യുക്രൈൻ സംഘർഷത്തിൽ റഷ്യയെ പിന്തുണച്ച് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങൾ അവതരിപ്പിച്ച റഷ്യയുടെ യുക്രൈൻ അധിനിവേശ വിരുദ്ധ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ US വിസമ്മതിച്ചു. തുടർന്ന് റഷ്യയെ വിമർശിക്കാതെ നിലപാടെടുക്കണമെന്ന പ്രമേയം അമേരിക്ക അവതരിപ്പിച്ചു. പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ 5 രാജ്യങ്ങൾ വിട്ടുനിന്നു. UN സുരക്ഷാ കൗൺസിലിൽ 10 വോട്ടുകൾ നേടിയാണ് അമേരിക്കയുടെ പ്രമേയം പാസായത്. ഫ്രാൻസിനും ബ്രിട്ടനുമൊപ്പം ഡെൻമാർക്ക്, സ്ലൊവേനിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ എതിർപ്പുകളില്ലാതെ 10 വോട്ടുകൾ നേടി പ്രമേയം സെക്യൂരിറ്റി കൗൺസിലിൽ പാസായി. റഷ്യയെ വിമർശിക്കാതെ യുദ്ധത്തെ അപലപിക്കണമെന്ന നിലപാടാണ് അമേരിക്ക സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിൽ സ്വീകരിച്ചത്. നേരത്തെ UN പൊതുസഭയിൽ അവതരിപ്പിച്ച റഷ്യക്കെതിരായ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രമേയത്തെ എതിർത്ത് അമേരിക്ക വോട്ട് ചെയ്തിരുന്നു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിക്കുന്ന പ്രമേയമാണ് റഷ്യയും അമേരിക്കയും എതിർത്തത്. 93 വോട്ടുകൾ നേടി പ്രമേയം UN പൊതുസഭയിൽ പാസായി. Today we mark the 3 years since the beginning of Russia's illegal and unprovoked full-scale invasion of Ukraine. We reiterate our resolute condemnation of this flagrant violation of international law. In a fluid geopolitical environment, it is a strong signal that the UN membership made an appeal for peace in Ukraine today. 11 രാജ്യങ്ങൾ എതിർത്തു. 65 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ട്രംപ് അധികാരത്തിലെത്തിയതോടെ യുക്രൈൻ യുദ്ധവിഷയത്തിൽ കാതലായ മാറ്റമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ചില വിഷയങ്ങളിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് പകരം അമേരിക്ക വോട്ടെടുപ്പിന്റെ ഭാഗമാകുകയും ചെയ്തു. നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് അമേരിക്ക സ്വീകരിച്ചിരുന്നുവെങ്കിൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ റഷ്യൻ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രാൻസും ബ്രിട്ടനും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മാത്രമല്ല, യുദ്ധം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിലും യുക്രൈനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. മെയ് 9 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് റഷ്യ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.